ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി ആൾട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിവിനൊരു ചെറിയ കുറവ്, മൈലേജിനൊക്കെ ഒരു ചെറിയ വ്യത്യാസമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ പ്ലഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ്, കോഡ് വയർ ഓക്കെയാണ്, കോയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പെട്രോൾ ഫിൽറ്റർ ഇതൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ത്രോട്ടിൽ ബോഡി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി വരുന്നത്. ഇത് നമുക്ക് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ത്രോട്ടിൽ ബോഡി അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ഈ എയർ ഫിൽറ്ററിൻ്റെ ഈ ഓസ് അഴിച്ചു മാറ്റണം. അതുപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളിൻ്റെ കണക്ഷൻ അഴിച്ചു മാറ്റണം. പർജ് വാൽവിൽ നിന്ന് വരുന്ന ഒരു ഹോസ് അഴിച്ചു മാറ്റണം. അതുപോലെ തന്നെ IAC വാൽവിൻ്റെ സോക്കറ്റ് അഴിച്ച് ഊരി മാറ്റണം. അതുപോലെ തന്നെ MAP സെൻസറിൻ്റെ സോക്കറ്റ് അഴിച്ചു മാറ്റണം. ത്രോട്ടിൽ പൊസിഷൻ സെൻസറിൻ്റെ സോക്കറ്റ് അഴിച്ചു മാറ്റണം. അഴിച്ചു മാറ്റി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 10ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. താഴെ ഒരു 10ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഇവിടെയായിട്ടും ഒരു 10ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ 10ൻ്റെ ബോൾട്ടുകൾ അഴിച്ചിട്ട് ഈ സോക്കറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചു വിട്ടിട്ട് നമുക്ക് ത്രോട്ടിൽ ബോഡി പുറത്തെടുക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി അഴിച്ച് പുറത്തെടുക്കാം. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് തീരെ കുറവാണ്, വലിവിന് വ്യത്യാസമുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ത്രോട്ടിൽ ബോഡി അഴിച്ചിട്ട് എന്താണ് അവസ്ഥയെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ഈ ഓസ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന മാസ് ഫ്ലോ സെൻസറിൻ്റെ സോക്കറ്റ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ വരുന്നത് നമ്മളിപ്പോൾ സോക്കറ്റ് IAC അഴിച്ചു മാറ്റി, അതുപോലെ തന്നെ MAP അഴിച്ചു മാറ്റിയിട്ടുണ്ട്, ത്രോട്ടിൽ പൊസിഷൻ സെൻസർ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. 4 ബോൾട്ട് നമ്മളിപ്പോൾ അഴിച്ചിട്ടുണ്ട്. ഈ ഇവിടെ 2 ബോൾട്ട് വരുന്നത്, 10ൻ്റെ താഴെ 2 ബോൾട്ട് വരുന്നത്. ഓക്കെ, മൊത്തം 4 ബോൾട്ട്. ഈ 4 ബോൾട്ട് അഴിച്ചെടുത്ത ബോൾട്ടാണ് ഈ കാണുന്ന 4 ബോൾട്ട്. ഈ 4 ബോൾട്ടും സെയിം ലെങ്ത് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ തിക്കി കഴിഞ്ഞിട്ട് ഈ ത്രോട്ടിൽ ബോഡി ഇങ്ങോട്ടേക്ക് ഊരിയെടുക്കാം. അതുപോലെ തന്നെ പർജ് വാൽവിൻ്റെ ഓസ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ത്രോട്ടിൽ ബോഡിയിൽ ജസ്റ്റ് ഒന്ന് തിക്കി, ഡാമേജ് ആവാണ്ട് തിക്കിയിട്ട് ഈ ത്രോട്ടിൽ ബോഡി നമുക്കിങ്ങനെ ഊരിയെടുക്കാം. തിക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഊരിയെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ അഴിഞ്ഞു വരും. ഓക്കെ, ഇത് മൊത്തം കാർബൺ ഡസ്റ്റ് അഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് ത്രോട്ടിൽ ബോഡി നമുക്ക് പീസാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതാണ് ഇതിൻ്റെ IAC മോട്ടർ വരുന്നത്. അപ്പോൾ നമുക്ക് IAC മോട്ടർ അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് IAC സെൻസറാണ്, മോട്ടർ സെൻസറാണ് വരുന്നത്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലവർ വെച്ചിട്ടാണ് ഇത് അഴിച്ചെടുത്തേക്കുന്നത്. ഓക്കെ, ഈ ഫ്ലവർ വെച്ച് നമ്മളിത് അഴിച്ചെടുത്തു. T20 ആണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ലൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബോഡിയും കൂടെ ലൂസ് ചെയ്യേണ്ടതായിട്ട് നമ്മൾ 4 സ്റ്റാർ ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 4 സ്റ്റാർ അഴിച്ചെടുത്തിട്ട് IAC നമുക്ക് ഇതിൽ നിന്ന് വിടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നാല് സ്റ്റാർ അഴിച്ചിട്ട് നമുക്ക് IAC പുറത്തെടുക്കാം. ഈ 4 സ്ക്രൂ ആണ് IACയുടെ ബോഡിയിൽ വരുന്നത്. ഈ 4 സ്ക്രൂവും സെയിം ലെങ്ത് തന്നെയാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് അത് പുറത്തെടുക്കാം. പുറത്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഫുള്ള് കാർബണാണ്. ഇതിനകത്ത് ഫുള്ള് കാർബൺ അടിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ IAC ഓപ്പൺ ചെയ്തപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇത് മൊത്തം കാർബണാണ്. ഈ കാണുന്നതെല്ലാം ഫുള്ള് കാർബൺ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാണാനായിട്ട് നല്ലപോലെ സാധിക്കും. ഇതിനുള്ളിൽ ഫുള്ളായിട്ട് കാർബണാണ് അടിഞ്ഞു കൂടിയിരിക്കുന്നത്. ഓക്കെ, ഈ കാണുന്നതെല്ലാം കാർബണാണ്. ഇതൊക്കെ നമുക്ക് പെട്രോൾ ഒഴിച്ച് കഴുകേണ്ടതായിട്ടുണ്ട്. ഫുള്ള് കാർബണാണ്. ഇത്രയും അഴുക്ക് ഇതിനകത്ത് കയറിയിരിക്കണം. മിക്കവാറും IACയുടെ മോട്ടറിൻ്റെ വാൽവ് സ്റ്റക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓറിങ് നമുക്ക് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ പുതിയ ഓറിങ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ത്രോട്ടിൽ ബോഡി അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പാക്കിംഗ് സെറ്റൂടെ മാറുന്നത് നല്ലതായിരിക്കും. കാരണം ഈ പാക്കിംഗ് ഒക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ എയർ ലീക്ക് ആവാനൊക്കെയുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും പെട്രോളിൽ നല്ലപോലെ ക്ലീൻ ചെയ്യണം.
തന്നെ ഈ IAC വാൽവിനകത്തും നല്ല അഴുക്കാണ്, നല്ല പോലെ കാർബൺ അടിഞ്ഞിരിക്കുകയാണ്. നമുക്കിതെല്ലാം നല്ല പോലെ പെട്രോളിൽ നല്ല പോലെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ IAC വാൽവ് വരുന്നത് ഇതിനകത്തും ഇതുപോലെ തന്നെ ഫുള്ള് ഡസ്റ്റായിട്ട് നിൽക്കുകയാണ്. ഇത് ഫുള്ള് കാർബണാണ് നിൽക്കുന്നത്. ഈ കാർബൺ നിന്ന് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവ് കറക്റ്റായിട്ട് തിരിയത്തില്ല, സ്റ്റക്കായിട്ട് തിരിയും. ഈ കാണുന്ന തിരിയുന്ന പോർഷൻ കണ്ടോ, ഈ തിരിയുന്ന പോർഷൻ കറക്റ്റായിട്ട് തിരിയണമെന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ 2 എലങ്കിയുടെ ഫ്ലവർ എലങ്കി സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ട്. അതും സെയിം ലെങ്ത് തന്നെയാണ് വരുന്നത്. ഇതാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് അഴിച്ചെടുത്തത്. ഓക്കെ, അപ്പോൾ അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് ബാക്കിലോട്ട് നീക്കി കഴിഞ്ഞാൽ ഈ മോട്ടർ ഇങ്ങനെ ഊരി വരും. ഓക്കെ, ഇതിനൊരു പൊസിഷൻ വരുന്നത്, ഈ ലെഗ് വരുന്നത് ഇതിനുള്ളിലായിട്ടൊരു സ്ലോട്ട് വരുന്നുണ്ട്. ഈ സ്ലോട്ടിനകത്ത് കറക്റ്റായിട്ട് തന്നെ കയറ്റിയിടണം. ഈ ലെഗ് ഈ സ്ലോട്ടിനുള്ളിൽ കറക്റ്റായിട്ട് കയറ്റിയിടണം. ഓക്കെ, അപ്പോൾ ഈ മോട്ടർ നമുക്ക് ഫ്രീ ആയിട്ട് തിരിയേണ്ടതുണ്ടോ, ഇത് ഫ്രീ ആയിട്ട് തിരിയുന്നില്ല, സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് സ്റ്റക്കാണ്. അതായത് നല്ല ഫ്രീ ആയിട്ട് തിരിയേണ്ട മോട്ടറാണിത്. പക്ഷേ ഇതിനകത്ത് കാർബൺ കയറി ഇരുന്നിട്ട് കാണാനായിട്ട് സാധിക്കും. കാർബൺ കയറി ഇരുന്നിട്ട് IAC മോട്ടർ സ്റ്റക്ക്, IAC വാൽവ് സ്റ്റക്കായിട്ടാണ് തിരിയുന്നത്. അത് ഫ്രീ ആയിട്ട് തിരിയേണ്ടതാണ്, ഇത് തിരിയുന്നില്ല. ഓക്കെ, ഉണ്ടോ, തിരിയുമ്പോൾ സ്റ്റക്കായിട്ടാണ് തിരിയുന്നത്. അപ്പോൾ നമുക്കിത് പെട്രോളിൽ നല്ലപോലെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് പെട്രോൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പെട്രോളിൽ ക്ലീൻ ചെയ്തെടുക്കേണ്ട ഇതായിട്ടുണ്ട്. അപ്പോൾ ഈ വാൽവ് ഇത് കണ്ടോ, വാൽവ് സ്റ്റക്കായിട്ടാണ് തിരിയുന്നത്. നല്ല ഫ്രീ ആയിട്ട് തിരിയേണ്ട വാൽവാണിത്, പക്ഷേ ഇത് സ്റ്റക്കായിട്ടാണ് തിരിയുന്നത്. ഓക്കെ, നമ്മൾ കറക്കുമ്പോൾ ഒരു വെട്ടി പിടിക്കണം. കാരണം ഈ കാർബൺ മൊത്തം ഇതിനകത്ത് ഉള്ളിൽ കയറി ഇരുന്നിട്ട് സ്റ്റക്കായിട്ടാണ് ഇത് തിരിയുന്നത്. ഇത് തിരിയുന്ന കാണാൻ കണ്ടോ, ഈ തിരിയുന്ന സമയത്ത് സ്റ്റക്കായിട്ടാണ് തിരിയുന്നത്. അത് കാരണം ഈ കാർബൺ മൊത്തം അതിനുള്ളിൽ കയറിയിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും പെട്രോൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പാക്കിങ് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് പുതിയ പാക്കിങ് ഇടണം. അതുപോലെ തന്നെ ഈ ഓറിങ് പുതിയത് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഫ്ലോട്ടിൽ വരുന്നതെല്ലാം നമുക്ക് ഈ കാർബണൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അത് പെട്രോളാണ് നല്ലപോലെ ക്ലീൻ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ MAP സെൻസർ ഒന്ന് അഴിച്ചെടുക്കാം. MAP സെൻസർ അഴിച്ചെടുക്കാനായിട്ട് ഈ 2 സ്റ്റാർ അഴിച്ചു കഴിഞ്ഞാൽ ഇത് പുറത്തോട്ടിങ്ങി പോരും. MAP സെൻസറിൻ്റെ 2 സ്ക്രൂ വരുന്നത് ഇതാണ്, സെയിം ലെങ്ത് തന്നെയാണ് വരുന്നത്. ഇത് ജസ്റ്റ് മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങി ഊരി വരും. ഓക്കെ, ഇതിനുള്ളിലെല്ലാം നമുക്ക് പെട്രോൾ ഒഴിച്ച് കഴുകേണ്ടതായിട്ടുണ്ട്. ഇത് അഴിക്കാനായിട്ടും അതുപോലെ തന്നെ ഈ 2 സ്റ്റാർ വരുന്നുണ്ട്. ഈ സ്റ്റാർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങി അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് അഴിച്ച് കഴിയുമ്പോൾ ഇത് ജസ്റ്റ് പഴയ മാർക്ക് മാർക്ക് ചെയ്തിട്ട് വേണം, കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പഴയ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം ഇത് അഴിച്ചെടുക്കാനായിട്ട്. ത്രോട്ടിൽ പൊസിഷൻ സെൻസർ അഴിച്ചെടുക്കാനായിട്ട് അതും സ്റ്റാർ തന്നെയാണ് വരുന്നത്. ത്രോട്ടിൽ പൊസിഷൻ സെൻസറും അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ പെട്രോളിൽ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഇതിനുള്ളിൽ കാർബണെല്ലാം എടുത്ത് കളയണം. അതുപോലെ തന്നെ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇതിൻ്റെ കാർബൺ ഫുള്ളായിട്ട് തന്നെ എടുത്തിടണം. കാരണം ഇത് നമ്മൾ കൈകൊണ്ട് തിരിക്കും, നല്ല ഫ്രീ ആയിട്ട് തിരിയുന്ന റൊട്ടേഷനിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കാർബൺ, ഇതിനുള്ളിൽ കാണുന്ന കാർബൺ എല്ലാം നമുക്ക് എടുത്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലെ കാർബൺ പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യുക. ഇതെല്ലാം ഈ 2 കാര്യങ്ങൾ ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് പെട്രോളിൽ കഴുകിയെടുക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് കഴുകിയെടുക്കാം. ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. IAC വാൽവ് ക്ലീൻ ചെയ്തു, ത്രോട്ടിൽ ഫുള്ളായിട്ട് പെട്രോൾ ഒഴിച്ചു, പിന്നെ എയർ അടിച്ച് ക്ലീൻ ചെയ്തു. എയർ അടിച്ചിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ എയർ അടിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും IAC വാൽവും അതുപോലെ തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയ കരിയാണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ത്രോട്ടിലിൽ നിന്ന് കിട്ടിയ കരിയാണ് ഈ കാണുന്നത് മൊത്തം. ഇതിൻ്റെ പഴയ പാക്കിംഗ് ആണ്, ത്രോട്ടിൽ ബോഡിയുടെ പാക്കിംഗ് ആണ്. ഈ കിട്ടുന്ന കരി മൊത്തം ഈ ത്രോട്ടിൽ ബോഡിയിലും IACയിലും ഇരുന്ന കരിയാണ് ഈ കാണുന്നത് മൊത്തം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത് ക്ലീൻ ചെയ്തപ്പോൾ ഇത് ഫ്രീ ആയിട്ട് തന്നെ റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. നേരത്തെ നമുക്കിങ്ങനെ കറക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. ഈ വാൽവ് നല്ലപോലെ ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഈ വാൽവ് മെയിനായിട്ട് ബ്ലോക്ക് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഐഡിലിങ്ങിൽ ഒരു മിസ്സിങ് വരും. അതുപോലെ തന്നെ വലിവിനെ ബാധിക്കും. ഐഡിലിങ്ങിലൊരു ചെറിയ മിസ്സിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഐഡിലിങ്ങിൽ മിസ്സിങ് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ വാൽവ് ക്ലീൻ ചെയ്ത് ഈ വാൽവ് കാർബൺ കയറി അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ
ഈ പറഞ്ഞ പോലെ ഐഡലിംഗിലും മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കും. അതുപോലെ തന്നെ ഇതെല്ലാം ഇതിനുള്ളിലെ ഡസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മളെടുത്ത് കാർബൺ എല്ലാം കഴിഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത്. ഓക്കെ, ഇതിനുള്ളിൽ മെയിൻ പാക്കിങ്, അതുപോലെ തന്നെ ഈ ഓറിങ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പഴയ ഓറിങ്. ഈ ഓറിങ് വരുന്നത് ഈ ചെറിയ ഓറിങ് വരുന്നത് ഈ ഭാഗത്താണ്, ഈ IAC വാൽവിൻ്റെ മോട്ടറിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഓറിങ് വരുന്നത്. ഇത് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പഴയ പാക്കിങ് രണ്ടെണ്ണം. ഇതിനകത്ത് ത്രോട്ടിൽ ബോഡിയിൽ പ്രത്യേകിച്ച് പാക്കിങ് അധികം പാക്കിങ് കാര്യങ്ങളില്ല. ആകെ 3 പാക്കിങ്, ഇത് മെയിൻ പാക്കിങ്, ബാക്കിയുള്ള ഓറിങ് രണ്ടെണ്ണം മാത്രമേ വരുന്നുള്ളൂ. എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫ്രീ ആയിട്ട് റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ കാർബണും കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത്. പുതിയ പാക്കിംഗ് ആണ്. പുതിയ ഓറിങ് 2 ഓറിങ്, പഴയത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പാക്കിങ്, ഇതിൻ്റെ ഓറിങ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓറിങ് സെറ്റ് ചെയ്തു. ഓറിങ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇതിൻ്റെ പാക്കിങ് സെറ്റ് ചെയ്ത് വെച്ചു. പാക്കിങ് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പൊസിഷൻ വരുന്നത് ഇങ്ങനെയാണ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ഗ്യാപ്പ് കൂടുതലുള്ള, ഇവിടെ 2 ഹോൾ വരുന്നത്. അപ്പോൾ പാക്കിങ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഇത് ഈ പൊസിഷനിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഇതാണ് ഇതിൻ്റെ 4 സ്ക്രൂ വരുന്നത്. ഓക്കെ, ഒരേ ടൈപ്പ് തന്നെ സ്ക്രൂ ആണ് 4 വരുന്നത്. ഇത് കണക്ട് ചെയ്യുക. ഓക്കെ, അത് ഫുൾ ടൈറ്റ് ചെയ്യുക. ഈ 4 ബോൾട്ട് ഈ 4 സ്ക്രൂ ഇട്ടതിന് ശേഷം അത് ഫുൾ ടൈറ്റ് ചെയ്യുക. ഈ ഓറിങ് വരുന്നത് IAC വാൽവിൻ്റെ മോട്ടറിനുള്ളിലായിട്ടാണ്. അപ്പോൾ നമ്മൾ പുതിയ ഓറിങ്ങാണിത്. പുതിയ ഓറിങ് നമ്മൾ കയറ്റിയിട്ടു. ഓക്കെ, പുതിയ ഓറിങ് കയറ്റിയിട്ടതിന് ശേഷം നമുക്ക് IACയുടെ മോട്ടർ ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട്. IACയുടെ മോട്ടർ ഫിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഗ്രൂവ് വരുന്നുണ്ട്. ഈ വെട്ട് കറക്റ്റായിട്ട് തന്നെ ആ ഗ്രൂവിൽ കയറ്റിയിടുക. ഓക്കെ, ഇതിനുള്ളിലായിട്ട് ഒരു ഗ്രൂവ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ ഗ്രൂവ് കറക്റ്റായിട്ട് നോക്കുക. ഗ്രൂ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം കയറ്റിയിടുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഇവിടെ വരുന്ന 2 ഫ്ലവർ, ഇപ്പോൾ IAC വാൽവ് IAC മോട്ടർ നമ്മളിപ്പോൾ കണക്ട് ചെയ്തതിന് ശേഷം ഇതാണ് ഇവിടെ വരുന്ന സ്ക്രൂ വരുന്നത്. അപ്പോൾ ഈ സ്ക്രൂ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് ഫുൾ ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ത്രോട്ടിൽ പൊസിഷൻ സെൻസർ കയറ്റിയിട്ടുണ്ട്. ത്രോട്ടിൽ പൊസിഷൻ സെൻസർ കയറ്റിയിടാനായിട്ട് ഇത് മുകളിലോട്ടായിരിക്കും ഇതിൻ്റെ ആംഗിൾ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഗ്രൂവിൽ ഇത് കറക്റ്റായിട്ട് തന്നെ കയറ്റിയിടുക. ഓക്കെ, ഗ്രൂവിൽ കറക്റ്റായിട്ട് തന്നെ കയറ്റിയിട്ടിട്ട് ജസ്റ്റ് തിരിച്ചു വെക്കുക. അതായത് പഴയ പൊസിഷനിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ 2 സ്റ്റാറാണ് വരുന്നത്. നമ്മൾ ആ സ്റ്റാറിൻ്റെ സ്ക്രൂ ഇട്ടിട്ടുണ്ട്. ഇനി അത് പഴയ പൊസിഷനിൽ വെച്ചിട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക. നമുക്കിനി അടുത്തത് ഫിറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ MAP സെൻസറാണ്. ഓക്കെ, ഇതിൻ്റെ MAP സെൻസറും ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഓറിങ് വരുന്നുണ്ട്. ഇത് ഡാമേജ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ MAP സെൻസർ സെറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിൽ കയറ്റിയിടുക. നമ്മളെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്താണ് ഇതിൽ കയറ്റിയിടുക, ടൈറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ട്. സ്റ്റാർ കണക്ട് ചെയ്തു. ഫുള്ള് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ത്രോട്ടിൽ ബോഡിയുടെ ഫുള്ള് ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ ഇടേണ്ട പാക്കിംഗ് ആണ് ഈ പാക്കിംഗ് വരുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് കണക്ട് ചെയ്യുക, വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഈ ഭാഗങ്ങളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ 2 ബോൾട്ടും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് കയറ്റിയിടുക. വണ്ടിയിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിടിച്ച് അപ്പോൾ ഇത് നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വോൾട്ടൊക്കെ ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമ്മളിപ്പോൾ ത്രോട്ടിൽ ബോഡിയുടെ 4 ബോൾട്ടും ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ബോൾട്ട് 2 അതുപോലെ തന്നെ മുകളിലത്തെ ബോൾട്ട് 2. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷന്, ഹോസ് കാര്യങ്ങൾ, കണക്ഷന്, സോക്കറ്റ് കാര്യങ്ങൾ, എയർ ഫിൽറ്ററിൻ്റെ കവറും കൊടുത്ത് ആക്സിലേറ്ററിൻ്റെ കേബിളും കൊടുത്തിട്ട് വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കണക്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോക്കറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ കണക്ഷന്, ആക്സിലേറ്റർ കേബിൾ, എല്ലാ കണക്ഷനും ഫുൾ ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹോസും പർജ് വാൽവിൻ്റെ ഹോസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ റേസ് ആയിട്ട് കറക്റ്റായിട്ട് തന്നെ ഐഡിൽ നിൽക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം, അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെയാണ്, അതെങ്ങനെ അഴിച്ചെടുക്കാം, അതുപോലെ തന്നെ IAC മോട്ടർ ക്ലീൻ ചെയ്യുന്നത്, അതിൻ്റെ വാൽവ് ക്ലീൻ ചെയ്യുന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇത് മാരുതിയുടെ ആൾട്ടോ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.